ഇന്നേ നമുക്കൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലോ? അതും കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാം. നമുക്ക് കുക്കർ വെച്ച് അതിനകത്തോട്ട് ബീഫ് എടുത്തിടുക. അത് കഴിഞ്ഞ് ഉപ്പ്, വെളിച്ചെണ്ണ, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചെറിയ ജീരകത്തിൻ്റെ പൊടി, കറിവേപ്പില, കൊച്ചുള്ളി, പച്ചമുളക്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതെല്ലാം കൂടെ നമുക്കിട്ട് നല്ലതായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലതായിട്ട് നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്ത് വെക്കണേ. ഒരു 5 വിസിൽ കഴിയുമ്പോൾ നമുക്ക് പാൻ ചൂടാക്കി അതിനകത്തോട്ട് വറ്റൽമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നമുക്ക് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുമ്പോൾ അതിനകത്തോട്ട് കൊച്ചുള്ളി നമുക്ക് വഴറ്റാം. അപ്പോൾ കൊച്ചുള്ളി വഴറ്റുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ടാൽ എളുപ്പം വഴന്ന് കിട്ടുമേ. അത് കഴിഞ്ഞ് നമുക്ക് അതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം ഇട്ട് നമുക്ക് നല്ലപോലെ 1 മിനിറ്റെങ്കിലും അതിൻ്റെ പച്ചമണം മാറുന്നതിന് വരെ വഴറ്റണം. അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ച് വെച്ച ബീഫുണ്ടല്ലോ, അത് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഒരു 20 മിനിറ്റെങ്കിലും ചെറിയ തീയിൽ അതിനെ വഴറ്റിയെടുക്കണേ. നല്ല കളർ മാറി വരുമ്പോൾ നല്ല ബ്ലാക്ക് കളറാകുമ്പോൾ അതിനകത്ത് നമുക്ക് വെളിച്ചെണ്ണ, കുരുമുളക് പൊടിയിട്ട് നമുക്കതിനെ തീ ഓഫാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ? അതിൻ്റെ കളറൊക്കെ കണ്ടോ? നല്ല സൂപ്പറായിട്ടുണ്ട്. ഞാനൊന്ന് കഴിച്ച് കാണിക്കാമേ. ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, കഴിച്ചും കാണിക്കണ്ടേ. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നേ. സൂപ്പറാ. ഞങ്ങളുടെ ലഞ്ച് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനെയും ഇന്നൊരു പിടി പിടിക്കും. താങ്ക് യു.